ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു അടിപൊളി വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല ഉള്ളത്. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ വരാറ്. ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരും എൻ്റെ പിറകെ ഒളിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തോട്ട് വന്നോട്ടെ. ഇത് ഹിമ ഡോക്ടർ, ഇത് ഡെൽന. ഹായൊക്കെ പറയണത് എന്തുവാണോ, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര സാധനങ്ങളാണ്. ഇനി ഇവരുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പം വാ, നമുക്ക് പോവാം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഔട്ടിങ്ങിന് പോകണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അല്ലേ. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ലേ, ജിമ്മിലെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് എനിക്കൊരാളെ വീഡിയോ അയച്ചത്. ആ വ്യക്തിയാണ് ഈ വ്യക്തി. അങ്ങനെ ഉണ്ടോ? അതെ അതെ, ജിമ്മിലെ ഫ്രണ്ട്സൊക്കെ തിക് ഫ്രണ്ട്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഏത് മേഖലയിൽ എവിടുന്ന് കണ്ടു പരിചയപ്പെട്ടാലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലേ അല്ലേ. അപ്പം നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ മൂന്നുപേരും ജിമ്മെന്ന് പരിചയപ്പെട്ട 3 ജിമ്മത്തികളാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്യാണ് ഇങ്ങനെ പുറത്ത് പോകണം എന്ന്. എല്ലാവരും ഇവർ രണ്ടുപേരും ഭയങ്കര ബിസിയാണ്. ഞാൻ മാത്രമാണ് പാവം ബിസിയൊന്നും ഇല്ലാത്ത ഒരാൾ. ഇവരെ വിളിക്കുമ്പോൾ ഇവരെ കിട്ടൂല. അപ്പോ അങ്ങനെ കാത്തിരുന്ന് ഇവരുടെ രണ്ടുപേരുടെയും തിരക്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇവർ രണ്ടുപേർക്ക് പെട്ടെന്ന് ഒരു കോഫി കുടിക്കണം. വന്നപ്പം മുതൽ പറയുവാണ് കോഫി കുടിക്കാന്ന്. അപ്പൊ ആദ്യം നമ്മൾ കോഫി കുടിക്കാൻ പോവാണ്. അതിനു മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഡിയ. നമ്മളിപ്പോ ബീച്ചിലാണ് പോകാൻ പോകുന്നത്. നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് ബീച്ച്. നമ്മുടെ പയ്യാമ്പലം ബീച്ച് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് അല്ലേ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് നമ്മൾ 3 പേരും അടുത്തടുത്ത് അങ്ങനെ നടന്നു വന്ന് നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി. അവിടെ ഇരുന്ന് കുറേ നേരം കത്തി വെച്ച് മോമോസും കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പയ്യാമ്പലം ബീച്ചിലേക്ക് പോയി. എനിക്ക് ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും ഇപ്പോഴും വയ്യ. ഫൈനലി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് വരാൻ 1/2 മണിക്കൂറേ ഉള്ളൂ ദൂരം. പക്ഷെ നമ്മൾ 1-2 മണിക്കൂർ എടുക്കും അല്ലേ. എന്താ പറഞ്ഞല്ലോ, 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മൾ എത്ര മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി. മനോഹരമായ നമ്മുടെ പയ്യാമ്പലം ബീച്ച് കാണിച്ചത്. അങ്ങനെ അവസാനം നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണമാണ് കേട്ടോ. രണ്ടുപേരും മറിഞ്ഞു നിൽക്കുന്നത് കണ്ടോ. ഇനി ഇതൊരു ശീലമാക്കാൻ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. എന്താവും എന്നറിയില്ല, നിങ്ങൾ സഹിക്കേണ്ടി വരും. അങ്ങനെ കുറേ നേരം നമ്മൾ 3 പേരും ബീച്ചിലൊക്കെ നിന്നു. പല പോസിലുള്ള ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. കുറേ നേരം അവിടെ നിന്ന് എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചു. നമ്മുടേതായ ലോകത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിന്നു. കടപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ നൊസ്റ്റു അടിക്കാറില്ലേ, ഇങ്ങനെ കരയിൽ ഓരോന്നൊക്കെ എഴുതിയിട്ട്. അങ്ങനെ നൊസ്റ്റു അടിച്ചിട്ടുള്ള വേലയാണ് ഈ കാണുന്നത്. ഇളകാൻ പറ്റത്തില്ല, അതവിടെ ജീവിക്കുന്നതാട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയോ തമാശ, അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ തമാശ നമ്മൾ പറഞ്ഞ് തന്നെ പൊട്ടിച്ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇതുപോലെയൊക്കെയുള്ള കുറച്ച് നിമിഷങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാവണം. നമുക്ക് 3 പേർക്കും പക്ഷെ അങ്ങനെ കിട്ടാറില്ല. നമ്മളിത് കണ്ടെത്തിയതാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുലിമുട്ടിലേക്ക് പോവുകയാണ്. പുലിമുട്ട് അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. ഇവിടുന്ന് നേരെ ഇതും അങ്ങ് കാണുന്നതാണ് മനോഹരമായ ഫ്ലാറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നമ്മളിത് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിറച്ച് ഇങ്ങനെ കെട്ടി വരുന്നതേ ഉള്ളൂ. ഫുൾ ഇനി പണി തീരാനുണ്ട്. അവർ രണ്ടുപേരും ഫസ്റ്റ് കയറി. എളുപ്പം വഴിക്ക് നമ്മൾ കയറാൻ നോക്കിയതാണ്. കുറച്ചേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കാം, പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കാം എന്നൊക്കെ. നമ്മള് ക്യാപിറ്റൽ മാൾ പോണോ, സെക്യൂർ മാൾ പോണോ,
എന്ന് പറഞ്ഞ ഓട്ടോയിൽ ഇരുന്ന് അടി കൂടുവാണ്. ചേട്ടൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് അറിയില്ല. ഹൈലൈറ്റ് ആണ്. അതെ 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 ഹ്യൂ ഡോക്ടർ അതെ അതെ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഡെൽറ്റയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ. നമ്മൾ കുറച്ച് വെട്ടവും വെളിച്ചവും സൗണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഡെൽറ്റയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സെക്യൂർ മാളിലെത്തി. അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കണമെന്ന് വിചാരിച്ചു. ഓൾറെഡി നമ്മൾ ബീച്ചിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാണ്. എന്നിട്ട് ആദ്യം നമ്മൾ ഇരിക്കാനൊരു സ്പോട്ട് കാണുവാണ്. അതിനുള്ള നടത്തമാണ് ഈ നടക്കുന്നത്. അവസാനം നമ്മളൊരു സ്ഥലമെല്ലാം കണ്ടുവച്ചു. എന്നിട്ട് നമ്മൾ ഫലൂദ ഓർഡർ ചെയ്തു. ഫലൂദ വാങ്ങിക്കാൻ പോയത് ഡെൽനയാണ്. ആ ടൈം കൊണ്ട് നമ്മൾ കുറച്ച് നേരം വീഡിയോസിൻ്റെ മുന്നിൽ വീഡിയോസിൻ്റെ അല്ലല്ലോ ഫോണിൻ്റെ മുന്നിൽ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നതാണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ നല്ല അടിപൊളിയായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കേൾപ്പിക്കാൻ കൊള്ളാത്തത് കൊണ്ട് നമ്മളിതിലൊന്നും ഇടുന്നില്ല. അങ്ങനെ ഡെൽനയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ്. കുറച്ച് സൗണ്ട് പോയത് ഇതും കൂടി കഴിച്ചപ്പോൾ നന്നായിട്ട് പോയി. നമ്മുടെ ഫലൂദ വന്നു. ഫസ്റ്റ് ആയിട്ട് ഡിയാപ്പിന്ന് വിളിച്ചത്. ആ പേര് കേൾക്കുമ്പോൾ ഒരു സ്നേഹം തോന്നുന്നു, ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു. ഇപ്പൊ ഇന്ന് കുറേ ആൾക്കാർ ഡിയാപ്പി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പം അതിന്റെ ഭാഗമായി ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫലൂദ വാങ്ങിച്ചത്. അങ്ങനെ നമ്മളവിടെ ചളുവടിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 ഫുഡ് വ്ളോഗേഴ്സ് എത്തി. രാഖിനും ഐ ലവ് കണ്ണൂറും. നദീർ എന്നാണ് ഐ ലവ് കണ്ണൂരിൻ്റെ പേര്. ഇത് രാഖിൻ സൂരജ്, 2 ഫുഡ് വ്ളോഗേഴ്സാണ്. കണ്ണൂരിനെ കുറിച്ച് അറിയാൻ ഇവരുടെ പേജിൽ കയറിയാൽ മതി. അങ്ങനെ ഇവർ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് നന്നായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരന് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറ, നല്ല രസമുണ്ട് കാണാൻ. എന്ത് പറയാനാണ്, വളരെ മനോഹരം. നിങ്ങളിപ്പോ വിളിച്ചു, ഞങ്ങൾ വന്നു, നിങ്ങളെ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതിന്റെ ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞു. അത് കഴിക്കണം, അതിന് ഓർഡർ ചെയ്യണം. പക്ഷെ ഒരു ഡിസ്റ്റന്റ് വിടാം. ഞങ്ങള് നല്ലൊരു ഇവന്റിന്റെ പരിപാടിക്ക് ഒരു കഴിച്ചിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് വേണ്ട. സന്തോഷം സമാധാനം. ഭയങ്കര ഉള്ളിൽ ഞാൻ പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഫുഡ് വന്നു. ഒരാൾ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ ഒരാൾ പള്ളിച്ചോറ് അതും ഓർഡർ ചെയ്തു. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു. കാരണം ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും വയറ് ഫുള്ളാണ്. ഇത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നമ്മൾ നേരെ താഴെ വന്നിട്ട് ഒരു കോഫിയും കുടിച്ച് അവിടുന്ന് നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. ഇതാണ് നമ്മുടെ വീഡിയോ. ഒരു ചിന്ന വീഡിയോ ആണ്. വെറുതെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തതല്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.